ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും അവരുടെ കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാകും. എനിക്കും അത്തരത്തിൽ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഓർമ്മകൾ നമ്മൾ വീണ്ടും ഓർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല. എന്നാൽ അന്ന് നമ്മൾക്ക് ഓർക്കാനുണ്ടായിട്ടുള്ള ആ ഒരു അവസരം വീണ്ടും കാണുവാനും അനുഭവിച്ചറിയാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മളെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതും. അത്തരത്തിൽ ഒരു അനുഭവ കഥയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എൻ്റെ ഗ്രാമത്തിലെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സൂപ്പർ മാർക്കറ്റെന്നോ ഹൈപ്പർ മാർക്കറ്റെന്നോ മാളെന്നോ വിളിക്കാവുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഞാൻ പങ്കുവെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. വയനാട് ജില്ലയിൽ മൂപ്പേനാട് ഗ്രാമപഞ്ചായത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൻ്റെ വിശപ്പകറ്റിയ ഒരു സ്ഥാപനമായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സൂപ്പർ മാർക്കറ്റ്. ഒരു കാലഘട്ടത്തിൽ റേഷൻ കടയായും ഹോട്ടലായും പലചരക്ക് കടയായും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 80 വർഷത്തിലധികം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു റേഷൻ കട പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. റേഷൻ കടയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട് ഈ സ്ഥാപനം. അന്നത്തെ റേഷൻ കടകളിലെ തിരക്കും, ഗ്രാമപ്രദേശമായതിനാൽ ജോലി കഴിഞ്ഞ് റേഷൻ കടയിലേക്ക് എത്തുന്ന നൂറുകണക്കിന് റേഷൻ കാർഡ് ഉടമകൾ അവരുടെ അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും പാമോയിലും മറ്റെല്ലാം വാങ്ങിക്കുന്നതിനു വേണ്ടി മണിക്കൂറുകളോളം കാത്തുനിന്ന ഒരു മുറ്റമാണ്, ഒരു സ്ഥാപനമാണ്, ഒരു കടയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലഘട്ടത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് റേഷൻ കട ഈ സ്ഥാപനത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറുകയും സ്വന്തം സ്ഥാപനത്തിൽ പല ചരക്ക് കച്ചവടവുമായും ചായക്കടയുമായും ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളും മറ്റു ഭക്ഷ്യവസ്തുക്കളും എല്ലാം നൽകിക്കൊണ്ട് ഒരു ഗ്രാമത്തിന് അന്നമൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി ഈ സ്ഥാപനം വളർന്നു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ചായക്കടയിലെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ നാട്ടുകാർക്ക് നിങ്ങളോട് പറയുവാനുണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളും നല്ല വ്യത്യസ്തമായിട്ടുള്ള ചായയും എല്ലാം ലഭിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു ഇത്. എന്നാൽ പിന്നീട് ഹോട്ടൽ കച്ചവടം നിർത്തിയെങ്കിലും പലചരക്ക് കച്ചവടം വളരെ നല്ല രീതിയിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഈ സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും സിറ്റിയിലും നമ്മുടെ ഓരോ കുടുംബത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുവെങ്കിലും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്ഥാപനം ഇന്നും ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ സൂപ്പർ മാർക്കറ്റായും ഹൈപ്പർ മാർക്കറ്റായും മാളായും പ്രവർത്തിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും മറ്റു വസ്തുക്കളും ഗ്രോസറി ഉൽപ്പന്നങ്ങളും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇപ്പോഴും കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലോക്ക് സൂചിപ്പിക്കുന്നത് പോലെ അത്രമേൽ പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരപ്പലകകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര കടയാണ് പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നുണ്ടാവുക. അവിടെയാണ് ഈ സ്ഥാപനം ഒരു ഗ്രാമത്തിൻ്റെ കഥയുമായി, ഒരു ഗ്രാമത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ
ഇതിഹാസമായി ഒരുപാട് ഓർമ്മകളുമായി ഇപ്പോഴും വാനിലുയർന്നുകൊണ്ട് പ്രഭജ്വലിത്തിക്കൊണ്ട് വെളിച്ചമായി ബിസിനസ് സാമ്രാജ്യമായി കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കട ഒരു ചരിത്ര സംഭവമാണ്. ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാവും ഓരോ അനുഭവങ്ങൾ. നിങ്ങളുടെ അനുഭവങ്ങളും ആശയങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുമല്ലോ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.